ഗൂഗിളിൽ ഇപ്പോൾ അവിടെ ചിറ്റോഗ്രാഫ് എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യാം. ചിറ്റോഗ്രാഫ്.com. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കറണ്ട് IPO ലിസ്റ്റ്. അവിടെ ഇതുപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് ചെയ്യുന്ന പുതിയ കമ്പനി, ഈ കാണുന്ന കമ്പനികളൊക്കെ വരാൻ പോകുന്നതാണ് കേട്ടോ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത, നമ്മൾ സെർച്ച് ചെയ്യേണ്ട കമ്പനി ഏതാ? ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫോക്കസ് ടൈപ്പ് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, ഫോക്കസ്, IPO ഡേറ്റ്, കാര്യങ്ങൾ, ആ കമ്പനിയെ പറ്റിയുള്ള സകലമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ കുറച്ച് തൊട്ട് താഴെ നിങ്ങൾ കണ്ടോ, IPO പ്രൈസ്, ഒരു ഷെയറിൻ്റെ വില 19 രൂപയാണ്. പക്ഷേ അതിന് തൊട്ട് മുകളിൽ ഫേസ് വാല്യൂ 10 rupees പെർ ഷെയർ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫേസ് വാല്യൂ. സപ്പോസ് ഒരു കമ്പനിക്ക് 10 കോടി റേസ് ചെയ്യണം, ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ഒരു ഷെയറിന് 10 രൂപ നിരക്കിൽ 1 കോടി ഷെയർസ് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. 1 കോടി ഇൻറ്റു 10 കോടിയായില്ലേ? അപ്പോൾ ആ ഒരു വില 10 രൂപ, അതായത് ഒരു ഷെയറിൻ്റെ വില കമ്പനി നിശ്ചയിച്ച എത്ര രൂപയാണ്? 10 രൂപ. അതാണ് ഫേസ് വാല്യൂ. അതായത് ഒരു കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള വിലയാണ് ഫേസ് വാല്യൂ. അപ്പോൾ പിന്നെ എന്താണ് ഈ IPO പ്രൈസ് 19 രൂപ കാണിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ആ അസറ്റ് വാല്യൂ, ബ്രാൻഡ് വാല്യൂ, ഡിമാൻഡ് അനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു പ്രൈസ് മാറ്റം വരും. ഫേസ് വാല്യൂവിൽ ആയിരിക്കില്ല നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും എത്രയാണോ കൂടുതൽ അത് പ്രീമിയത്തിലാണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ, ഈ ഒരു കമ്പനിയുടെ കേസിൽ ഫേസ് വാല്യൂ 10 ആണ്, IPO പ്രൈസ് 19 ആണ്. അതായത് 9 രൂപ പ്രീമിയത്തിലാണെന്ന് പറയും. ഓക്കെ. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ ഫേസ് വാല്യൂ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു പ്രൈസിലല്ല കിട്ടുന്നത്, പിന്നെ എന്തിനാണ് ഫേസ് വാല്യൂ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഫേസ് വാല്യൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ഫേസ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്.